Hello, my dear aspirants. A very warm welcome to all of you to Ignite Academy. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യത്തെ SSC CGL നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന SSC പരീക്ഷയിൽ എഡിക്വിറ്റി നടത്തിയ പരീക്ഷയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് നോർമലി ഇത് ബാങ്ക് പരീക്ഷകൾക്കാണ് ചോദിക്കാറ്. SSC പരീക്ഷകൾ പൊതുവെ ചോദിച്ച് കണ്ടിട്ടില്ല, അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് പലരെയും ഒരു പാനിക് മോഡിലേക്ക് വീണ്ടും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ടിലെ ബാങ്കിങ് ലെവലിൽ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ആ ലെവലിലും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല. ബേസിക് ഫണ്ടാ ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, നിങ്ങൾക്ക് അതിൽ ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. യെസ്, അപ്പോൾ നമ്മൾ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഞാൻ ബേസിക്കായി ഞാനൊരു കാര്യം പറയാം മക്കളെ. ഇതിന് ഇൻപുട്ട് എന്നും ഔട്ട്പുട്ട് എന്നും മെഷീൻ എന്നും അറേഞ്ച്മെന്റ് എന്നൊക്കെ കുറച്ച് വേർഡ്സ് ഇട്ടപ്പോൾ നിങ്ങൾ പേടിച്ച് പോയി എന്നുള്ളൂ. നമ്മൾ ഓൾറെഡി വർഷങ്ങളായിട്ട് SSCയുടെ റീസണിങ് ക്വസ്റ്റ്യനിൽ പല പാറ്റേണുകളെ ഡീകോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ നമ്പർ, അതിന്റെ നാലാമത്തെ നമ്പർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയും നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ അവർ അഡീഷണലി 2, 3, 4 സ്റ്റെപ്പ് കൂടി തന്നിട്ട് ആ സ്റ്റെപ്പിനെ ഒന്ന് ഡീകോഡ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് അവിടെ റീഅറേഞ്ച്മെന്റ് നടന്നത്, അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഒരു മെഷീനിൽ ഇട്ടിട്ട് അതിന്റെ ഔട്ട്പുട്ട് വന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ മറ്റൊരു ഇൻപുട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ചോദ്യകർത്താവ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന്. ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുക, അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലായിരിക്കും നമുക്ക് ചോദ്യം തന്നിട്ടുണ്ടാവുക. An electronic device, when fed with the numbers, rearranges them in a particular order following rules. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിലോട്ട് കുറച്ച് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിക് ഡിവൈസ് എന്ത് ചെയ്യും, അതിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്തിരിക്കും, ഒരു റൂൾ ഫോളോ ചെയ്തുകൊണ്ട്. The following is a step-by-step process of rearrangement for the given input of numbers. അതായത് ഈ ഇൻപുട്ട് യെല്ലോ കളറിൽ കാണുന്നില്ലേ, അതാണ് ഇൻപുട്ട്. അതങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്പേഴ്സിനെ. അപ്പോ ആ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഇലക്ട്രോണിക് ഡിവൈസ് ഈ രീതിയിലാണ് ഈ തന്നിട്ടുള്ള ഇൻപുട്ട് നമ്പേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1 ഇത്തരത്തിലൊരു റീഅറേഞ്ച്മെന്റ് ആണ് സംഭവിച്ചത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത്തരത്തിലൊരു റീഅറേഞ്ച്മെന്റ് സംഭവിച്ചു. മൂന്നാമത്തേതിൽ അത് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യപ്പെട്ടു. നാലാമത് അത് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യപ്പെട്ടു. എന്നിട്ട് ഒടുക്കം പറയുന്നത് സ്റ്റെപ്പ് 4 ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ അബവ് ഇൻപുട്ട് എന്നാ പറയുന്നത്. അതായത് ഈ നാലാമത്തെ സ്റ്റെപ്പാണ് ഈ തന്നേക്കണ ഇൻപുട്ടിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, വേണമെങ്കിൽ ഈ നാലാമത്തെ സ്റ്റെപ്പിൽ ലഭിച്ച ഈ അറേഞ്ച്മെന്റ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായ കാര്യം? എടാ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതേ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു തന്നിട്ടുള്ള ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ, ഇതിനെ സ്റ്റഡി ചെയ്യാനാ പറയുന്നത്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ തന്നിട്ടുള്ള ഈ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്, അതിനാദ്യം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിന് മനസ്സിലാക്കാം നമുക്ക് നോക്കാം. എടാ, ആദ്യം നീ ഇങ്ങോട്ടേക്ക് നോക്ക്. സിമ്പിൾ ആണ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇങ്ങോട്ടേക്ക്, ഇതാണ് ഇൻപുട്ട്. ഏതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്? ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതാണെന്ത്? ഔട്ട്പുട്ട്. അപ്പൊ ആദ്യം നീ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, ഇതിനെന്താ സംഭവിച്ചത്? 75, 70, 65, 60, 63 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഔട്ട്പുട്ടിലേക്ക് വന്നപ്പോൾ ആയി മാറിയത്? 60, 63, 65, 70, 75. എനിക്ക് ഉറപ്പാണ് SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് രീതിയിലാണ് ഇവ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് കറക്റ്റ്? എടാ, ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതി വെച്ചു എന്നല്ലേ ഉള്ളൂ. ഏതിനെ? 60, 63, 65, 70, 75 എന്ന് പറയുന്നതിനെ ഒരു അസെൻഡിങ് ഓർഡറിലാക്കി മാറ്റി. അതാണ് അതിന്റെ ഔട്ട്പുട്ട്. അതായത് ഇങ്ങനെ തന്നിട്ടുള്ള ഒരു നമ്പറിനെ അസെൻഡിങ് ഓർഡറിലാക്കി മാറ്റി. പക്ഷെ ഒറ്റയടിക്കല്ല മാറ്റിയത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് മാറ്റിയത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ആ സ്റ്റെപ്പ് അവിടെ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് നോക്കണം. നോക്കൂ, അതെങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക? 75 എന്ന് പറയുന്ന നമ്പർ, ആ 75 സ്റ്റെപ്പ് 1ലേക്ക് നീ ആദ്യം നോക്ക് കേട്ടോ. ആദ്യം നീ സ്റ്റെപ്പ് 1ലേക്ക് നോക്ക്. സ്റ്റെപ്പ് 1ലേക്ക് നോക്ക്. യെസ്, 75 എന്ന് പറയുന്ന നമ്പർ, 75 എന്ന് പറയുന്ന നമ്പർ എവിടെയാ? 75 ഇവിടെയാണുള്ളത്. അപ്പോൾ 75ന്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് ആര് വന്നു? 60 വന്നു. അപ്പോൾ 75 ഇവിടെയുണ്ട്. 70, 70,
65, 65, 63, 63. അതായത് ഈ 60 എന്ന് പറയുന്ന നമ്പർ എന്താ സംഭവിച്ചത്? ഇത് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. ബാക്കിയെല്ലാം അതേപോലെ നിൽക്കുന്നില്ലേ? നോക്കിക്കേ, 60-നെ എടുത്ത് ആദ്യം ഞാൻ എഴുതി കഴിഞ്ഞു. 60-നെ എഴുതി. 60 ആദ്യത്തെ പൊസിഷനിലേക്ക് വന്നു. പിന്നെ ആരാ ഉള്ളത്? 75 അതേപോലെയുണ്ട്. പിന്നെയോ 70 അവിടെ അതേപോലെയുണ്ട്. പിന്നെയോ 60 മാത്രമേ വന്നിട്ടുള്ളൂ. 65 അവിടെ അതേപോലെയുണ്ട്. 63 അവിടെ അതേപോലെയുണ്ട്. ഇതല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ലഭിച്ചത്? ഇതല്ലേ സ്റ്റെപ്പ് 1? വളരെ കറക്റ്റാണ്. നമ്മളെ സ്റ്റെപ്പ് 1 അപ്പം ലഭിച്ചത് എങ്ങനെയാ? ആദ്യത്തെ നമ്പറിനെ 1ാം സ്ഥാനത്തേക്ക് എഴുതിയതിന് ശേഷം, അതായത് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനെ അതേപോലെ എഴുതി വെക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ 60 ഇവിടെ എത്തി. 60 കഴിഞ്ഞാൽ ഇതിൽ അടുത്ത ആരാ വരുന്നത്? 63 ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ നിങ്ങൾ? 63 വന്നു. അപ്പൊ നോക്ക്, 60 ആദ്യമേ എഴുതിയതാണ്. 63-നെ ഇതാ ഇവിടെ നിന്ന് 63 ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? ബാക്കി ആരാ ഉള്ളത്? 75-നെയും 70-നെയും 65-നെയും നിങ്ങൾ അതേപടി എഴുതി. അത് തന്നെയാണോ? നോക്കിക്കേ 60, 63 കണ്ടോ? 75 അതേപോലെയുണ്ട്, 70 അതേപോലെയുണ്ട്, 65 ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇവിടെ നോക്കാതെ നമുക്ക് പാറ്റേൺ പറയാൻ പറ്റും. എന്താണ്? 60-ന് ശേഷം 63 ഓൾറെഡി ഉള്ളതാണ്. ഇനി അടുത്ത നമ്പറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. വേണ്ട, അതാരാ? 65 വന്നു. 65 വന്നതിന് ശേഷം 75-നെ അതേപോലെ തന്നെ എഴുതണം. അറ്റ് എ ടൈം ഒരാൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത് ഈ പാറ്റേണിൽ നിന്ന് ക്ലിയർ ആണ്. ലാസ്റ്റത്തത് എങ്ങനെയാ? ലാസ്റ്റത്തത് വീണ്ടും 60, 63, 65, 70 ഇപ്പുറത്തേക്ക് എടുത്തിട്ടു. ലാസ്റ്റ് 75. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ എബവ് ഇൻപുട്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മെഷീൻ പണി നിർത്തി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? 1 by 1 ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 by 1 ആയിട്ട് നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കി മാറ്റണം. അതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളുടെ 35, 30 നമുക്ക് ചെയ്തു നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ തന്നിട്ടുള്ള ഇൻപുട്ട് ഉണ്ടല്ലോ, ഈ ഇൻപുട്ടിനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ നമ്മൾ മാറ്റി എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇൻപുട്ടിനെ ഈ രീതിയിലേക്ക് നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. ഏതൊക്കെയാ നമ്മളെ നമ്പർ? 35, 30, 25. ഞാൻ മാറ്റി എഴുതുകയാണെ. 35, 30, 25, 25, 22, 18, യെസ് 18, 27, 18, 20. അപ്പൊ നിങ്ങൾ പറ, ഇതാണ് എൻ്റെ ഇൻപുട്ട് അല്ലേ? ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. ഞാൻ IP എന്ന് വിളിക്കുന്നത് ഇൻപുട്ട്. അപ്പൊ നിങ്ങൾ പറ, സ്റ്റെപ്പ് 1 എന്തായിരിക്കും? എൻ്റെ കൂടെ ചെയ്യണം കേട്ടാ. സ്റ്റെപ്പ് 1 എന്തായിരിക്കും? നമ്മൾ പഠിച്ച പാറ്റേൺ പ്രകാരം പറയൂ. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ അസെൻഡിങ് ഓർഡറിലല്ലേ? നമ്മൾ അങ്ങനെ പഠിച്ചു. അസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പറിനെ നീ ആദ്യം എഴുതണം. ഇത് ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 18 ആണ് ഏറ്റവും ആദ്യത്തെ നമ്പർ. 35-നെ അതേപോലെ എഴുതണം, 30-നെ അതേപോലെ എഴുതണം, 25-നെ അതേപോലെ എഴുതണം, 22-നെ എഴുതണം, 27-നെ എഴുതണം. ഇവിടം വരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. സ്റ്റെപ്പ് 2 എഴുതാൻ പോവാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതേണ്ടി വരുമോ? ഇല്ല. നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്കത് റെഡിയാവും. അപ്പം ആദ്യം തന്നെ എന്താ? 18-നെ അതേപോലെ എഴുതി. അടുത്ത നമ്പർ ഏതാടാ? അടുത്ത നമ്പർ ഇതാ 22 ഉണ്ട് അല്ലേ? അപ്പൊ ആ 22 ഞാൻ എഴുതി. പിന്നെ ഈ ബാക്കിയുള്ളത് നോക്കിക്കേ, 18 ഓൾറെഡി ഞാൻ എഴുതിയതാണ്. അടുത്ത സ്റ്റെപ്പിൽ 22 വേണം എൻ്റെ മാറ്റി എഴുതാൻ. പിന്നീടുള്ള 35-നെയും 30-നെയും 25-നെയും 27-നെയും ഞാൻ അതേപോലെ തന്നെ എഴുതി. കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ശരി. നോക്കിയിരിക്കാതെ എൻ്റെ കൂടെ ഒന്ന് എഴുതി പോകൂ കേട്ടോ. ശരി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കണം? നമ്മൾ ഏതാ തൊട്ട് മുമ്പ് എഴുതിയത്? 22-നെയാണ് മാറ്റി എഴുതുക. അപ്പൊ 18 അങ്ങനെ തന്നെ ഉണ്ടാവും, 22 ഉണ്ടാവും. ഇനി അടുത്ത നമ്പർ എനിക്ക് എഴുതാനുള്ളത് 25-നെയാണ്. അപ്പൊ 35-നെ ഞാൻ അതേപോലെ എഴുതി, 30-നെ അങ്ങനെ തന്നെ എഴുതി, 27-നെയും അങ്ങനെ തന്നെ എഴുതി. ശരി. അടുത്തതോ, എൻ്റെ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 18-നെ ഞാൻ എഴുതി, 22-നെ എഴുതി, 25 വരെ എഴുതി. ഇനി അടുത്ത നമ്പർ ഏതാ? ഇതാ ഇവിടെ 27 വേണം ഞാൻ മാറ്റി എഴുതാൻ. 27 എഴുതി, 35 ഉണ്ട്, 30 എൻ്റെ ലാസ്റ്റത്തെ നമ്പർ ആയിട്ട് വന്നു. കഴിഞ്ഞോ? ആയോ? അസെൻഡിങ് ഓർഡറിലായോ? ഇല്ല, അത് അസെൻഡിങ് ഓർഡറിലായിട്ടില്ല. ഒരു സ്റ്റെപ്പ് കൂടി നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ എന്താ വരിക? 18, 22, 25, 27. ആ 30-നെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി.
35. അസെൻഡിങ് ഓർഡറിലായോ? അതെ, അസെൻഡിങ് ഓർഡറിലായി. എന്ന് വെച്ചാൽ 5ാമത്തെ സ്റ്റെപ്പാണ് എൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്. എന്താടാ? 5ാമത്തെ സ്റ്റെപ്പാണ് എൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായോ? ഇതൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ഇത് സോൾവ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന് ശേഷമാണ് എക്സാമിനർ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള, നോക്കൂ, ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സാമിനർ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ചോദ്യങ്ങൾ എന്താവും? നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് നമ്പർ ഇസ് തേർഡ് ഫ്രം ദ റൈറ്റ് ഇൻ സ്റ്റെപ്പ് 3? മൂന്നാമത്തെ സ്റ്റെപ്പ് എവിടെ? മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പില് വിച്ച് നമ്പർ ഇസ് തേർഡ് ഫ്രം ദ റൈറ്റ്? റൈറ്റ് എന്ന് പറയുമ്പോൾ ആ എഴുതിയേക്കുന്ന സീക്വൻസിന്റെ റൈറ്റ്. അവിടെ നിന്ന് തേർഡ് ആരാന്നാ ചോദിക്കുന്നത്. അവിടെ നിന്ന് തേർഡ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 3 1 2 3 35 കണ്ടോ? മൂന്നാമത്തെ സ്റ്റെപ്പ് 3 റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 35 ആയിരിക്കും. 35 ആയിരിക്കും എക്സാമിനർ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പാറ്റേൺ ആണ്. ഇതിൽ ഏതൊക്കെ പാറ്റേൺ ആണ് നമ്മളടുത്ത് ചോദിക്കുക എന്നുള്ളത് സാർ ഇതിന് ശേഷം പറഞ്ഞു തരാം. പക്ഷെ റീഅറേഞ്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ്. വിച്ച് നമ്പർ ഈസ് ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ് ഇൻ സ്റ്റെപ്പ് 3? അതേ സ്റ്റെപ്പ് 3 ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ്. 1 2 3 4. മൂന്നാമത്തെ സ്റ്റെപ്പിലെ ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് ഫോർത്ത്. 1 2 3 4. വീണ്ടും എൻ്റെ ആൻസർ എന്ത് തന്നെയാവും? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം എന്ത് തന്നെയാവും? 35 തന്നെയാവും. കിട്ടുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഹൗ മെനി സ്റ്റെപ്സ് ആർ നീഡഡ് ടു കംപ്ലീറ്റ് ദ അറേഞ്ച്മെന്റ്? എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു? നമുക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു? നമുക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു? നമുക്ക് 5 സ്റ്റെപ്സ് ആ വേണ്ടി വന്നത്. വിച്ച് ഇസ് ദ പെനൾട്ടിമേറ്റ്? അൾട്ടിമേറ്റിന്റെ തൊട്ട്. പെനൾട്ടിമേറ്റ് എന്ന് പറയുമ്പം തൊട്ട് മുമ്പത്തെ, അതായത് 5 സ്റ്റെപ്പിൽ തീർന്നെങ്കിൽ പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ 5ന്റെ തൊട്ട് മുമ്പത്തെ 4ാമത്തെ സ്റ്റെപ്പ്. വിച്ച് ഇസ് ദ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആൻസർ 4 ആണ്. പക്ഷെ ചോദ്യം കുറച്ചുകൂടി നന്നായിട്ട് ചോദിക്കാം. വിച്ച് ഇസ് ദ സെക്കൻഡ് നമ്പർ ഫ്രം റൈറ്റ് ഇൻ ദ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്. ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ? വിച്ച് ഇസ് ദ സെക്കൻഡ് നമ്പർ ഫ്രം റൈറ്റ് ഇൻ ദ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ തിരിച്ചു വരാം. ഏതാ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്? അൾട്ടിമേറ്റ്, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് 5ാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇയാളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ സെക്കൻഡ് ഫ്രം ദ റൈറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ആൻസർ എന്തിനാണ് വരുന്നത്? ഇതാ സെക്കൻഡ് ഫ്രം ദ റൈറ്റിൽ നിന്ന് ഒന്നിങ്ങോട്ട്. സെക്കൻഡ് 1 2. ഏതാണ് ആൻസർ വരിക? എഗെയിൻ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ വരാൻ പോകുന്നത്? 35. മക്കളെ, നിങ്ങൾക്ക് സാർ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് ബാക്ക് വലിച്ചിട്ടിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡറിലുള്ള ഒരു റീഅറേഞ്ച്മെന്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിന്റെ പല കോമ്പിനേഷൻസ്, നമുക്ക് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ വരാം, നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ വരാം, പിന്നെ അതുപോലെ ആൽഫബറ്റ്സ് കയറി വരാം, വേർഡ്സ് കയറി വരാം, വേർഡ്സിന്റെ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻസ് വരാം. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതൊക്കെ പാറ്റേൺസ് ആണ് നമ്മുടെ അടുത്ത് പൊതുവെ ചോദിക്കാറുള്ളത്. മക്കളെ, കീപ് ഇറ്റ് സിമ്പിൾ. നിങ്ങളൊരു ബാങ്കിങ് SBI ക്ലർക്ക് PO ആ ഒരു ലെവലിലേക്ക് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് വേണ്ട രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പാറ്റേൺ എന്ന് പറയുമ്പോൾ വേർഡ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ആൽഫബറ്റിന്റെ അസെൻഡിങ് ഓർഡറിൽ, അതായത് നമുക്ക് പല വേർഡ്സ് ഉണ്ടാവുമല്ലോ, ആ വേർഡ്സിനെ അതിന്റെ സ്റ്റാർട്ടിങ് ആൽഫബറ്റിന്റെ ആ വേർഡിന്റെ ആദ്യത്തെ ലെറ്ററിനെ അത് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ വേർഡ്സിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡർ നമ്മളിപ്പോൾ ചെയ്തു, നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡറിൽ. അതുപോലെ നമ്പേഴ്സിന്റെ ഡിസെൻഡിങ് ഓർഡർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 13 37 41 59 എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇത് കണ്ടോ, ഞാൻ ഇതാ പറയുന്നത് കേട്ടോ. ഇതാ അസെൻഡിങ് ഓർഡറിൽ പോകുന്നതാണ്, അതുപോലെ ഇത് ഡിസെൻഡിങ് ഓർഡറിൽ പോകുന്നതാണ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നമ്മളടുത്ത് ചോദിക്കാവുന്നതാണ് വേർഡ്സ് ആൻഡ് നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ. വേർഡ്സിന്റെയും നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ, അവിടെ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു നമ്പർ ഉണ്ടാവും, അതിനുശേഷം ഒരു വേർഡ് ഉണ്ടാവും, അതിനുശേഷം ഒരു നമ്പർ ഉണ്ടാവും, പിന്നെ ഒരു വേർഡ് ഉണ്ടാവും, പിന്നെ ഒരു നമ്പർ, പിന്നെ ഒരു വേർഡ്, പിന്നെ ഒരു നമ്പർ, പിന്നെ ഇതുണ്ടാവും. അപ്പൊ ഇത് ആ മെഷീനിലേക്ക് കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അവർ നമ്മളോട് പറയൂല, അത് നമ്മൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതിൽ നോക്കിക്കേ 37. അപ്പൊ നിങ്ങൾ നമ്പേഴ്സിനെ മാത്രം നോക്ക്. ഇവിടെ 37 ഉണ്ട്, 43 ഉണ്ട്, 71 ഉണ്ട്, 89. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാലോ 37ഉം
43 71 89 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അത് അസെൻഡിങ് ഓർഡറിൽ, നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡറിലാണ് അത് പോയേക്കണേ. ഇനി ഈ ഒരു ആൽഫബറ്റ്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലോ, വേർഡ്സ് നോക്കുകയാണെങ്കിലോ, സീബ്ര ഉണ്ടാവണം അല്ലെ, സീബ്ര ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിംഗ് ലെറ്റർ സീബ്ര, ടോപ്പ് ഉണ്ട്, പിന്നെ ഹാറ്റ് ഉണ്ട്, പിന്നെ ആപ്പിൾ ഉണ്ട്. നിങ്ങൾ പറ, സെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തേത്, ടി എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ളത്, എച്ച് എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ളത്, എ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തേത്. അതായത് ശരിക്കും അത് എന്താണ്, ഡിസെൻഡിങ് ഓർഡറിലാണ് ആ ആൽഫബറ്റ്സിനെ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് മാത്രം നോക്കുന്നത്. ഇവിടെ സെഡ്, ഇവിടെ ടി, ഇവിടെ എച്ച്, ഇവിടെ എ. അത് നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് മനസ്സിലാവില്ല, ചോദ്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഗിവൺ വേർഡ്സ്. അപ്പൊ നമുക്ക് പല വേർഡ്സ് തരും. ആ വേർഡ്സിന്റെ ആ വേർഡിന്റെ ഉള്ളിലുള്ള ലെറ്റേഴ്സ് ഇല്ലേ, ആ ലെറ്റേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ആ ലെറ്റേഴ്സിന്റെ നമ്പറുകളുടെ എണ്ണം അനുസരിച്ചിട്ട് നോക്കി. ഇവിടെ എത്ര ലെറ്റർ ഉള്ളത്? ഐ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററാണ്, സോ എന്ന് പറഞ്ഞാൽ 2 ലെറ്ററാണ്, ക്യാൻ എന്ന് പറയുമ്പോൾ 3 ലെറ്ററാണ്, കൈറ്റ് എന്ന് പറയുമ്പോൾ 4 ലെറ്ററാണ്. അവിടെ ലെറ്റർ എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് കേട്ടോ. കുഡ് എന്ന് പറയുമ്പോൾ 5 എണ്ണാണ്, മാംഗോസ് എന്ന് പറയുമ്പോൾ 6 എണ്ണാണ്. കണ്ടോ? അപ്പൊ ഇതെങ്ങനെയാ പോയിരിക്കുന്നത്? 1 2 3 4. അപ്പൊ ഇവിടെ എന്താ കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഇവിടെ ആ വേർഡ്സിനകത്തുള്ള ആൽഫബറ്റുകളുടെ നമ്പർ, അതിന്റെ അസെൻഡിങ് ഓർഡറിൽ ഏത് ലെറ്ററിനാണോ ഏറ്റവും കുറവ്, ഏത് വേർഡിലാണോ ഏറ്റവും കുറവ് ലെറ്റർ ഉള്ളത് അതിനാദ്യം വെക്കുകയും ഏത് വേർഡിലാണോ ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് അത് ഏറ്റവും അവസാനവും വരുന്ന രീതിയിലും നമുക്ക് അറേഞ്ച്മെന്റ്സ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ബേസിക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് സാറ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരുപാട് സമയം ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ചെലവാക്കണ്ട. അത് നമുക്ക് അത്ര റിട്ടേൺ നമുക്ക് ചിലപ്പോൾ തന്നില്ലെങ്കിലോ, നേരെ കുറിച്ച് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അല്ലടാ, നേരത്തെ നമ്മൾ ചെയ്തതിൽ മാംഗോസിന് 7 ലെറ്റർ അല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. മാംഗോസ് 7 ആണ്. ഇനി 7 ആണെങ്കിലും നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ആൽഫബറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാനായിട്ട് അസെൻഡിങ് ഓർഡറിൽ 1 2 3 4 അസെൻഡിങ് ഓർഡറിലാണ് പോയേക്കണം. യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള ഇൻപുട്ടിലേക്ക് നോക്കുക മക്കളെ, ഇൻപുട്ടിലേക്ക് നോക്കുക, ഔട്ട്പുട്ടിലേക്ക് നോക്കുക. നിനക്ക് പാറ്റേൺ കിട്ടും. ഇൻപുട്ട് എന്താ 2 30 42. അതിനെന്താ സംഭവിച്ചത്? ഔട്ട്പുട്ടിലേക്ക് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും എക്സാമിനർ അതിനെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാനാണ് നിന്നോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ നിങ്ങൾക്ക് മനസ്സിലാവും. 42 30 21 10 8 2 എന്ന് കാണുമ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലാകുമെന്ന് സാറിന് ഉറപ്പാണ്. അത് ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കണേ അല്ലേ? അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് ഇത് ഡിസെൻഡിങ് ഓർഡറിൽ എത്തിയത്. അപ്പൊ ഇനി വേറൊരു ഇൻപുട്ട് തന്നിരിക്കുകയാണ്. 23 6 33 10 81 63 21 വന്നിട്ട് വേറൊരു ഇൻപുട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നതാണ്, ഈ ഇൻപുട്ടിനെ നിങ്ങൾ ഇതേപോലെ റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ 5ാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷനിലെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് 5 സ്റ്റെപ്പാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിന്റെ കൂടെ തരാൻ പോകുന്ന ഈ ചോദ്യത്തിലുള്ള ഇൻപുട്ടിനും 5 സ്റ്റെപ്പ് തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 6 സ്റ്റെപ്പ് ആവാം, 7 സ്റ്റെപ്പ് ആവാം, ചിലപ്പോൾ 4 സ്റ്റെപ്പ് ആവാം, 5 സ്റ്റെപ്പ് ആവാം. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് 5 സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നാ ചോദിച്ചേക്കണേ. അതുകൊണ്ട് ഈ ഇൻപുട്ട് എന്താ ഉണ്ടാവില്ല, 4ാമത്തെ സ്റ്റെപ്പിൽ നിന്നിട്ടുണ്ടാവില്ല, 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ്, ചിലപ്പോൾ അതിനുശേഷം ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാവുകയും ചെയ്യാം. അത് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണ് 5ാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന ലെറ്റേഴ്സ് ഏതാണ്, ഇതിന് അല്ലെ നമ്പേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാനത് സോൾവ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ അസെൻഡിങ് ഓർഡർ ചെയ്തു. സെയിം തിങ് സ്റ്റെപ്പ് 1 2 3 എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക് ആൻഡ് ടെൽ മീ വാട്ട് ഇസ് ആൻസർ. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിൽ 5ാമത്തെ സ്റ്റെപ്പ് എന്താ വരിക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ശരി, അടുത്തത് സാറ് പറയാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്താ, നമ്മൾ ഇപ്പൊ ചെയ്തത് എന്താണ്, നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡർ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വരാൻ പോകുന്നത് കേട്ടോ, നമുക്ക് നമ്പേഴ്സ് വരും, നമ്പേഴ്സ് കേട്ടോ, നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ വരും. പിന്നെ നമുക്ക് വേർഡ്സ് മാത്രമുള്ളത് വരും. നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നിർബന്ധമില്ല കംപ്ലീറ്റ് അസെൻഡിങ് ഓർഡർ ആകണമെന്ന്. വലിയ നമ്പറിന് ഓക്കെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ വരും. പിന്നെ അതിന്റെ മിക്സ് ചെയ്തിട്ടും വരാം കേട്ടോ. അതുപോലെ വേർഡ്സ് വരും. പിന്നെ നമുക്ക് നമ്പേഴ്സ് ആൻഡ് വേർഡ്സിന്റെ കോമ്പിനേഷനും വരും കേട്ടോ. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോകുന്നത് വേർഡ്സിന്റെയാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ, പക്ഷെ അവിടെ എന്താ പറയുക, വെൻ ഫെഡ് വിത്ത് നമ്പേഴ്സ് എന്നാണ് നേരത്തെ പറഞ്ഞത്. അത് ഇവിടെ എന്താവും, വേർഡ്സ് എന്നാവും.
റീഅറേഞ്ച് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു പെർട്ടിക്കുലർ റൂളിൽ അത് അങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. ഫൈനലി അതൊരു ഔട്ട്പുട്ടും തരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കഥ ആണ് അവർ ചോദിച്ചേക്കണം. കേട്ടോ, നിനക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാറെന്താ പറഞ്ഞത്? ഇൻപുട്ട് എന്താ? പീജിയൻസ് ആൻഡ് പാരറ്റ്സ് വേർ ഷോട്ട് ബൈ ബോയ്. എ ബോയ് എന്ന് വേണ്ട, എ ബോയ് വേണമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ബോയ് മതി നമുക്ക്. പീജിയൻസ് ആൻഡ് പാരറ്റ്സ് വേർ ഷോട്ട് ബൈ ബോയ്. ഇതിന് അർത്ഥവും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ലാസ്റ്റ് നീ നോക്ക്. ഞാൻ പറഞ്ഞു ഏറ്റവും എളുപ്പപ്പണി എന്താ? ഇൻപുട്ട് നിന്ന് നേരെ ഔട്ട്പുട്ടിലേക്ക് നോക്കുക. ഔട്ട്പുട്ടിലേക്ക് നോക്കുക. 5ാമത്തെ സ്റ്റെപ്പാണ് ഔട്ട്പുട്ട്. 5 ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? നോക്ക്, ആൻഡ് വന്നിട്ടുണ്ട്, ബോയ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ബൈ ആണ് വന്നിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് പാരറ്റ് ആണ് വന്നിട്ടുള്ളത്, പിന്നെ പിജിയൻസ് ആണ് വന്നിട്ടുള്ളത്, ഷോർട്ട് ആണ് വന്നിട്ടുള്ളത്, വേറാണ് വന്നിട്ടുള്ളത്. ഒരു സംശയം എനിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഔട്ട്പുട്ടിലേക്ക് നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? ആൽഫബറ്റ്സിന്റെ അസെൻഡിങ് ഓർഡറിലാണ് അതിന് അവസാനം റീഅറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിയല്ലേ? എ വന്നു, ബി വന്നു, വീണ്ടും ബി വന്നു. എന്തുകൊണ്ടാണ് രണ്ട് ബി ഒ ആണ്? ഒരെണ്ണം ബി ഒ ആണ്, ഒരെണ്ണം ബി വൈ ആണ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ബി ഒ കഴിഞ്ഞിട്ട് ബി വൈ വരുള്ളൂ. അതുകൊണ്ടാണ് ബോയ് കഴിഞ്ഞിട്ട് ബൈ വന്നു, ബൈ കഴിഞ്ഞിട്ട് പാരറ്റിന്റെ പി എ വന്നു, പിന്നെ പി ഐ വന്നു, പിന്നെ എസ് വന്നു, ഡബ്ല്യു വന്നു. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, 2 വേർഡ്സ് ഒരേ ആൽഫബറ്റിലാണെങ്കിൽ പാരറ്റ് എന്നുള്ളതിനെ പി എ എന്നും പി ജി എന്നുള്ളതിനെ പി ഐ എന്നും ബോയ് എന്നുള്ളത് ബി ഒയും മറ്റേത് ബി വൈയും മുഴുവൻ വേർഡ്സ് എഴുതണമെന്ന് നിർബന്ധമില്ല. കേട്ടോ, നിർബന്ധമില്ല എന്നല്ല, ബെറ്റർ ആയിട്ട് കുറച്ച് സമയം നമ്മളെ അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 ബി ഉണ്ടെങ്കിൽ നീ അതിന് B1 B2 എന്നൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ ബി ഉണ്ട്, ഒരു ബി ഉണ്ട്, അത് ബോയ് ആണ്, മറ്റേത് ബൈ ആണ്. അപ്പോൾ ബോയ് ആണ് ആദ്യം വേണമെങ്കിൽ B1 എന്ന് വിളിക്കുക, ബൈ രണ്ടാമത് വരണമെന്ന് B2 എന്ന് വിളിക്കുക. പാരറ്റ് ഉണ്ട്, പി ജെ ഉണ്ട്, അപ്പോൾ 2 പി ഉണ്ട്. പാരറ്റ് P1 പി ജെ എന്ന് പറയുന്നത് P2 അങ്ങനെ വിളിക്കാം. അപ്പോൾ നിനക്ക് അറേഞ്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ലെറ്റേഴ്സ് മാത്രം എഴുതിയിട്ട്. കേട്ടോ, ഇതൊക്കെ ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് മൈ ഡിയർ. കേട്ടോ, ശരി. അപ്പൊ എന്താ ചെയ്തത്? നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പീജിയൻ ആൻഡ് പാരറ്റ്സ് വർ ഷോട്ട് ബൈ ബോയ് എന്ന് പറയുമ്പോൾ ആൻഡിന് എന്താ സംഭവിച്ചത്? എ എന്ന് പറയുന്ന ആൽഫബറ്റ് ആദ്യം മുൻപോട്ട് വന്നു. നോക്ക്, ആൻഡ് വന്നു. പിന്നെയോ ബാക്കിയുള്ള എല്ലാത്തിനെയും അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചു. നോക്കൂ, നിങ്ങൾ നോക്ക്, പീജിയൻസ്, പാരറ്റ്സ്, വേറെ ഷോട്ട് ബൈ ബോയ്. ഓക്കെ, അടുത്തതോ ആൻഡിന്റെ അടുത്തേക്ക് നമുക്ക് 2 ബി ഉണ്ടെന്ന് മനസ്സിലായി. ബി ഉണ്ട്, ബോയും ഉണ്ട്, ബൈയും ഉണ്ട്. അപ്പൊ B1 ഉണ്ട്, B2 ഉണ്ട്. അപ്പൊ നിനക്ക് നോക്കൂ, ഇങ്ങനെ നിനക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. കേട്ടോ, ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഏതൊക്കെയാണുള്ളത്? ഇവിടെ പീജിയൻ ഉണ്ട് അല്ലേ? പീജിയൻ ഉണ്ട്, ആൻഡ് ഉണ്ട്, പീജിയൻ ഉണ്ട്, ആൻഡ് ഉണ്ട്, പാരറ്റ് ഉണ്ട്, വേറുണ്ട്, ഷോർട്ട് ഉണ്ട്, പിന്നെയോ ഷോർട്ട് ബൈ ഉണ്ട്, പിന്നെ ഒരു ബോയ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ, ഇതിൽ ആദ്യത്തെ പി എന്താ? പീജിയൻ ആണ്. അടുത്ത പിയോ? പാരറ്റ് ആണ്. അപ്പൊ ഇതാണ് എന്റെ P1. പാരറ്റ് ആണല്ലോ ആദ്യം വരേണ്ടത്, ആൽഫബറ്റിക് ഓർഡറിൽ എഴുതേണ്ടത്. ഇതാണ് രണ്ടാമത് വരേണ്ട പി. ഓക്കെ, അതുപോലെ ബാക്കിയുള്ളതൊക്കെ എന്താ? ആൻഡ് അങ്ങനെ തന്നെ, ഡബ്ല്യു വേർ അങ്ങനെ തന്നെ, ഷോർട്ടും അങ്ങനെ തന്നെ. 2 ബി വരുന്നത് കൊണ്ട് ബൈ ആണോ ബോയ് ആണോ ആദ്യം വരേണ്ടത്? ബോയ് ആണ് ആദ്യം വരേണ്ടത്. അതായത് രണ്ടാമത് നമുക്ക് ഇതല്ലേ, ഇതെന്റെ ഒന്നാമത്, ഇതിന്റെ രണ്ടാമത്തെ ബി, ഒന്നാമത്തെ ബി, രണ്ടാമത്തെ ബി. ശരി, ബൈയും ബോയും. അതിൽ ബോയ് അല്ലേ ആദ്യം വരേണ്ടത്, അതുകൊണ്ട് ഇതിന്റെ B1 ആണ്. ബൈയോ? ബൈ എന്ന് പറഞ്ഞാൽ B2 ആണ്. ഇനി ഇതിനെ നിനക്ക് റീഅറേഞ്ച് ചെയ്യാൻ കുറെ കൂടി എളുപ്പമായിരിക്കും. നോക്കിക്കേ, ഇതില്ലാതെ ഇങ്ങോട്ടേക്ക് നോക്കാതെ നോക്കാതെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ മക്കളെ? പറ, പറ്റും. എങ്ങനെ? നോക്കൂ, എളുപ്പത്തിൽ പറ്റും. എങ്ങനെ? എ ആദ്യം ഞാൻ എഴുതി, പിന്നെയോ P2 അങ്ങനെ തന്നെ എഴുതി, P1 എഴുതി, W എഴുതി, S എഴുതി, B2 എഴുതി, B1 എഴുതി. ഇനി എന്താ വരേണ്ടത്? പറ. എ എഴുതി, B1 വരും, P2 വരും അല്ലെ, P1 വരും, W വരും, S വരും, B2 വരും. പിന്നെയോ എന് അങ്ങനെ തന്നെ എഴുതി, പിന്നെയോ B1 B2 P2 P1 W S, പിന്നെയോ എ B1 B2, പിന്നെ ആരാ വരിക? പിന്നെ P1 വരും, P2 വരും, W വരും, S വരും. പിന്നെയോ എ B1 B2 P1 P2 S W. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിനെ എ P2 P1 WS B2 B1 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞതല്ല. നിങ്ങൾക്കാണെങ്കിലും പാരറ്റ്, പീജിയൻ, ബൈ, ബോയ് എന്നൊക്കെ എഴുതുന്നതിന് പകരം ഇതേപോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ സ്റ്റെപ്പ് 1 ആണെന്ന് പറയാൻ പറ്റും, ഇതെൻ്റെ സ്റ്റെപ്പ് 2 ആണ്, ഇതെൻ്റെ സ്റ്റെപ്പ് 3 ആണ്, ഇതെൻ്റെ സ്റ്റെപ്പ് 4 ആണ്, ഇതെൻ്റെ സ്റ്റെപ്പ് 5 ആണ്. നോക്കിക്കേ, സ്റ്റെപ്പ് 5 നമുക്ക് അവസാനം വന്നിട്ടുള്ളത് ഇത് തന്നെയാണോ? നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എ കണ്ടോ, ആൻഡ്
ബോയ് ബോയ് B1 അല്ലേ? എവിടെ B1 എന്ന് പറഞ്ഞത്? B1 കറക്റ്റ്. നമുക്ക് ബോയ് ഇവിടെ ആണ്, B1 ആണ്, കറക്റ്റ് ആണ് കണ്ടോ. അടുത്തതോ B2 കണ്ടോ, ബൈ. പാരറ്റ്സ് കണ്ടോ, PA. പീജിയൻസ് P2. ഷോർട്ട് S. വേറെ W. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ് എന്നാണ്. ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്. ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓക്കെ, ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്. അപ്പൊ എനിക്ക് വേണ്ടത് ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് മാത്രം മതി. ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്. കണ്ട, ദ കാർ വിൽ ബി, നോക്കിക്കേ കറക്റ്റ് ആണോന്ന്? ദ കാർ അല്ലേ? അപ്പൊ എന്താ? TC കണ്ടോ, വിൽ ബി, വിൽ ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്. കറക്റ്റ് ആണോ? ദ കാർ വിൽ ബി ഗോൺ ആഫ്റ്റർ ട്രെയിനിങ്. സോ ദിസ് ഇസ് മൈ ഇൻപുട്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാർട്ടിങ് ആൽഫബറ്റ്സിനെ മാത്രമാണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങൾ പറ, സ്റ്റെപ്പ് 1 എന്തായിരിക്കും? ആദ്യത് വരണം. നിങ്ങൾ പറ, ആദ്യത് വരണം. ആദ്യം വരേണ്ടത് യെസ് A ആണ് അല്ലെ? ആഫ്റ്റർ ട്രെയിനിങ്ങിന്റെ A ആണ് അവിടെ വരേണ്ടത്. അപ്പൊ നോക്കൂ, ഞാൻ എഴുതാൻ പോവാണ്, ശ്രദ്ധിക്കൂട്ടോ. എന്താ വരിക? A വരും. പിന്നെയോ Tന് അങ്ങനെ തന്നെ എഴുതണം, Cന് അങ്ങനെ തന്നെ എഴുതണം, Wന് എഴുതണം, Bന് എഴുതണം, Gന് എഴുതണം, Tന് എഴുതണം. A എവിടേക്ക് വന്നു? ഇതാ A ആദ്യത്തേക്ക് Aയിലേക്ക് കൊണ്ടുവന്നു. കണ്ട, ആദ്യത്തെ പൊസിഷനിലേക്ക് ഞാൻ Aനെ കൊണ്ടുവന്നു. ശരി, അടുത്തത് എൻ്റെ സ്റ്റെപ്പ് 2. എൻ്റെ സ്റ്റെപ്പ് 2 എഴുതുമ്പോ പറയൂ. സ്റ്റെപ്പ് 2 എഴുതുമ്പോൾ എന്ത് വരും? കിട്ടുന്നുണ്ടോ? Aനെ ഞാൻ അങ്ങനെ തന്നെ എഴുതണം. യെസ്, Aനെ അങ്ങനെ തന്നെ എഴുതണം. അടുത്തത് ആരാ വരിക? അടുത്തത് B വരണം. പിന്നെ Tന് അതുപോലെ എഴുതി, Cന് അങ്ങനെ എഴുതി, W എഴുതി, B ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്നു, G വന്നു, T വന്നു. അവിടെ വരെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയം ഉണ്ടാകാൻ മാത്രം ഒരു ടഫ് ക്വസ്റ്റ്യൻ അല്ല ഇത് കേട്ടോ. നിങ്ങൾ വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ് കേട്ടോ. ശരി, നോക്കൂ. അടുത്തത് Aനെ ഞാൻ എഴുതി, Bനെ ഞാൻ എഴുതി. അടുത്ത അത് ആര് വരണം? അടുത്തത് C വരണം. Tന് അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഒരു കാര്യമില്ലേ, ഇതിൽ ദ കാറും ട്രെയിനിങ്. അപ്പൊ ഇതെന്റെ T1 ആണ്, മറന്നു പോയത് അല്ലേ? ഇതെന്റെ T1 ആണ്. TR ആയതുകൊണ്ട് ഇതെന്റെ T2 ആണ്. ഇതെന്റെ T1 ആണ്, ഇതെന്റെ T2 ആണ്. ഇതെന്റെ T1 ആണ്, ഇതെന്റെ T2 ആണ്. അപ്പൊ ഇവിടെ ആരാ വരേണ്ടത്? ഇവിടെ ആരാ വരേണ്ടത്? ഇവിടെ G വരണം അല്ലേ? ABC കഴിഞ്ഞിട്ട് ആര് വരണം? അടുത്തത് ABC ഇങ്ങോട്ടേക്ക് വന്നു. T1ന് ഞാൻ അങ്ങനെ തന്നെ എഴുതണം. അടുത്ത W അങ്ങനെ തന്നെ, G അങ്ങനെ, T2. അടുത്തത് നാലാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ A വരും, B വരും, C വരും, T1. യെസ്, ഇവിടെ വരെ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തതാണ് അല്ലേ? C കഴിഞ്ഞിട്ട് അടുത്ത ആള് വരണം അല്ലേ? അടുത്ത ആളാരാ? G വരും. G കഴിഞ്ഞിട്ട് T1 വരും, W വരും, T2 വരും. ശരി, അപ്പൊ ഇതെന്റെ സ്റ്റെപ്പ് നമ്പർ 4 ആണ്. സ്റ്റെപ്പ് നമ്പർ 4 ആണ്. അടുത്തത് എൻ്റെ സ്റ്റെപ്പ് നമ്പർ 5 എഴുതാൻ പോവാണ് കേട്ടോ. ശരി, സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ നോക്കിക്കോ, എന്താ വരേണ്ടത്? A വരണം, B വരണം, C വരണം, G വരണം. അവിടെ വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ഇനി T1 എഴുതി. ഇനി അടുത്തത് ആരാ? T1 കഴിഞ്ഞാൽ T2, അത് കഴിഞ്ഞിട്ട് W. ഇനി എന്തെങ്കിലും അറേഞ്ച്മെന്റ് ബാക്കിയുണ്ടോ? A വന്നു, B വന്നു, C വന്നു, G വന്നു, T വന്നു, T1 വന്നു, T2 വന്നു, W വന്നു. സോ ദിസ് ഹാസ് ടു ബി ദ ഫൈനൽ സ്റ്റെപ്പ്. അസെൻഡിങ് ഓർഡറിൽ പോയില്ലേ? അപ്പൊ നോക്കൂ, ഇനി നമ്മളെടുത്ത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എക്സാമിനർ നമ്മളെടുത്ത് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി, പക്ഷേ പിന്നീട് നമ്മൾ മുഴുവനായിട്ടുള്ള വേർഡ്സോ കാര്യങ്ങളോ ഒന്നും എഴുതണ്ട. ഒന്നിലധികം ഒരേ ആൽഫബറ്റിൽ ആരംഭിക്കുന്ന ഒന്നിലധികം വേർഡ്സ് വരുമ്പോൾ അതിനെ A1 എന്നും B1 എന്നും B2 എന്നും T1 T2 എന്നൊക്കെ നമ്മൾ നെയിം കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സാമിനർ നമ്മളെടുത്ത് പല ക്വസ്റ്റ്യനും ചോദിക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, പക്ഷേ വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളടുത്ത് ചിലപ്പോൾ എക്സാമിനർ ചോദിക്കും, വിച്ച് ആൽഫബറ്റ് അല്ലെങ്കിൽ വിച്ച് വേർഡ് ഇസ് തേർഡ് ഫ്രം ദ ലെഫ്റ്റ് ഇൻ സ്റ്റെപ്പ് 3. എന്താണ് സ്റ്റെപ്പ് 3യിലെ തേർഡ് ഫ്രം ലെഫ്റ്റ് ഏതാണെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ലെഫ്റ്റ് ഏതാ? നിങ്ങളുടെ ലെഫ്റ്റ് ഇത്. അപ്പൊ സ്റ്റെപ്പ് 3യിലെ
തേർഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ 1 സ്റ്റെപ്പ് 3 അല്ലേ, തേർഡ് ഫ്രം ദ ലെഫ്റ്റ് 1 2 3 സി ആയിരിക്കും അപ്പൊ ആൻസർ. സി എന്ന് പറഞ്ഞാൽ ആരാ? സി എന്ന് പറഞ്ഞാൽ കാർ ആയിരിക്കും കേട്ടോ. സി എന്ന് പറഞ്ഞാൽ കാർ ആയിരിക്കും. മറ്റൊരു ചോദ്യം ചോദിക്കാൻ നമ്മളെടുത്ത് പോകുന്നത് പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്, താഴെ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് നിങ്ങളുടെ പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്? 5ാമത്തതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ്. പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് അവർ ചോദിക്കുക. അപ്പൊ എഗെയിൻ 4ാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഈ ABCG T1W T2 എന്നല്ല ഉണ്ടാവുക, പകരം ഈ വേർഡ്സ് അവിടെ അതേപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ 4ാമത്തെ സ്റ്റെപ്പ് വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എ ആയിരിക്കണം, ബി ആയിരിക്കണം, സി ആയിരിക്കണം, ജി ആയിരിക്കണം, അങ്ങനെ ചോദിക്കും. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് എത്ര സ്റ്റെപ്പിലാണ്, ഹൗ മെനി സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്താ ആൻസർ വരിക? ഹൗ മെനി സ്റ്റെപ്സ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്ന് വരും? ആൻസർ 5 സ്റ്റെപ്സ് ആയിരിക്കും ആൻസർ കേട്ടോ. 5 സ്റ്റെപ്സ് ആയിരിക്കും ഇതിന്റെ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ റീഅറേഞ്ച്മെന്റ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം അല്ല ഇത്. നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ലോജിക്കൽ റീസണിങ് തന്നെയാണ്. ശീലമില്ലാത്തതുകൊണ്ട് മാത്രം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. ഇത് നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്ത വേർഡ്സ് ചെയ്തു, പിന്നെ നമ്മൾ നമ്പേഴ്സ് ചെയ്തു. അതുപോലെ വേർഡ്സിന്റെ നമ്പേഴ്സിന്റെ കോമ്പിനേഷനിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. നോക്കൂ, ഗോൺ, നെക്സ്റ്റ് 58 33 17 4 ആപ്പിൾ 66. കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്ന് ആണ് ചോദിച്ചിട്ടത്. കണ്ടോ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദിച്ചതല്ല, ഔട്ട്പുട്ട് എന്താ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എന്താ സംഭവിച്ചത്. ഔട്ട്പുട്ടിലേക്ക് നോക്കിക്കേ, ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ 66 ഉണ്ട് അല്ലെ, 66 ഉണ്ട്, 58 ഉണ്ട്, 33 ഉണ്ട്, 17 ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആക്കി നമ്പേഴ്സ് എന്നും വേർഡ്സ് എന്നും ഒന്ന് മാറ്റി എഴുതി നോക്കുക. ആപ്പിൾ ഉണ്ട് അല്ലെ, ആപ്പിളിന് എ എന്ന് എഴുതി, 4ന് എഫ് എന്ന് എഴുതി, ഗോണിന് ജി എന്ന് എഴുതി, അടുത്ത നെക്സ്റ്റിന് എൻ എന്ന് എഴുതി. ഒറ്റ നോട്ടത്തിൽ തന്നെ നിനക്ക് കാര്യം മനസ്സിലായില്ല മോനെ. എന്താടാ പറ മക്കളെ? 66 58 33 17 എന്ന് പറയുമ്പം എൻ്റെ നമ്പേഴ്സിനെ അതിന്റെ ഡിസെൻഡിങ് ഓർഡറിലും ആൽഫബറ്റുകളെ എന്താ ചെയ്തിട്ടുള്ളത്? ആൽഫബറ്റിനെ അസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആൽഫബറ്റുകളെ അസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സ്റ്റെപ്പുകളാണ് ഇത് വന്നിട്ടുള്ളത് മാത്രം. അതിനുള്ള സ്റ്റെപ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വന്നതെന്നുള്ളത്. ആദ്യം തന്നെ എന്താ ചെയ്തത് നോക്കൂ, 66 എന്ന് പറയുന്ന ഈ നമ്പറിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് കിട്ടു. ബാക്കിയോ ഗോൺ അതേപോലെ ഉള്ളതാണ്, നെക്സ്റ്റ് അതേപോലെ ഉള്ളതാണ്, 58 33 17 4 ആപ്പിൾ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ആദ്യം തന്നെ ഏറ്റവും വലിയ നമ്പറിനെ എടുത്ത് ആദ്യം ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെയോ അടുത്തത് എന്താ അവർ ചെയ്തത്? അടുത്തത് 66ന് ശേഷം 2ാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്, ആപ്പിളിനെ എടുത്ത് മുമ്പോട്ടേക്ക് ഇട്ടു. അപ്പൊ ആദ്യം ഒരു നമ്പറിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു, പിന്നെ നമുക്ക് വേണ്ട ആപ്പിൾ എന്ന് പറയുന്ന ആ വേർഡിനെ എടുത്തിട്ടു. അസെൻഡിങ് ഓർഡറിൽ പോകുന്ന ലെറ്റേഴ്സ് വരുന്ന ആ വേർഡിനെ എടുത്തിട്ടു. അപ്പൊ നോക്കിക്കേ, ആപ്പിൾ വന്നു. ബാക്കിയുള്ളതൊക്കെ നോക്ക്, ഗോൺ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, നെക്സ്റ്റ് അവിടെ ഉണ്ട്, 58 33 17 4. അപ്പൊ നിങ്ങൾ പറ അടുത്ത സ്റ്റെപ്പിൽ എന്താ മാത്രം ഉണ്ടാവുക? 66ന് എടുത്തിട്ടതുപോലെ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു നമ്പർ 58ന് എടുത്തിട്ടുണ്ടാവും ഫ്രണ്ടിലേക്ക്, ആപ്പിളിന് ശേഷം എടുത്തിട്ടുണ്ടാവും, ബാക്കിയുള്ളതിനൊക്കെ അതേപോലെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം അങ്ങനെ തന്നെയാണോ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 66 ഉണ്ട്, ആപ്പിൾ ഉണ്ട്, കണ്ട 58 അങ്ങോട്ടേക്ക് വന്നു, ബാക്കി നോക്ക് ഗോൺ അവിടെ ഉണ്ട്, നെക്സ്റ്റ് അവിടെ ഉണ്ട്, 58 ഇങ്ങോട്ടേക്ക് വന്നല്ലോ ഫ്രണ്ടിലേക്ക്, പിന്നെ അവിടെ 33 ഉണ്ടാവുള്ളൂ, 17 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ അടുത്ത സ്റ്റെപ്പിൽ 58ന് ശേഷം ആപ്പിൾ കഴിഞ്ഞിട്ട് വരേണ്ട 4 എന്ന് പറയുന്ന വേർഡിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ശരിയല്ലേ? 66 ആപ്പിള്, 58 4 വന്നു, ഗോൺ അവിടെ ഉണ്ട്, നെക്സ്റ്റ് അവിടെ ഉണ്ട്, 33 അവിടെ ഉണ്ട്, 17 അവിടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ 4ന് ശേഷം 33 വന്നു, ഗോൺ അവിടെ ഉണ്ട്, ഗോൺ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, 17 ഉണ്ട്. അടുത്ത സ്റ്റെപ്പിലോ 17 എടുത്തിട്ടു, ആൻഡ് ലാസ്റ്റ് ആ നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് എന്തായി? നെക്സ്റ്റ് ഏറ്റവും അവസാനത്തേക്ക് ഓട്ടോ റീഅറേഞ്ച്മെന്റ് അവിടെ നെക്സ്റ്റിന്റെ കേസിൽ 17 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നെക്സ്റ്റ് അവസാനം എത്തി. പിന്നെ വീണ്ടും നെക്സ്റ്റിന് ഒരു അറേഞ്ച്മെന്റിന്റെ ആവശ്യമില്ല, ഓട്ടോ റീഅറേഞ്ച്മെന്റ് അവിടെ സംഭവിച്ചു. അപ്പൊ നോക്കണ 6 സ്റ്റെപ്പിലാണ് ഇത് കഴിഞ്ഞത് അല്ലെ? 6 സ്റ്റെപ്പിലാണ് ഇത് കഴിഞ്ഞത്. അപ്പൊ ഈ ചോദ്യം നോക്ക്, കാറ്റ് ഇൻപുട്ട് നോക്ക്, കാറ്റ് 28 42 നോക്കൂ. കാറ്റ് നോക്കാം, ഞാൻ എഴുതാം കേട്ടോ, പേടിക്കണ്ട. കാറ്റ്
28 42 54 28 42 54. യെസ്. അടുത്തതോ ഹെയർ ബ്ലാക്ക് 73, ഹെയർ ബ്ലാക്ക് 73. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് അല്ല മക്കളെ, ഇതാണ് ഇൻപുട്ട്. ഓക്കെ, സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് അറിയാലോ. സ്റ്റെപ്പ് 1 പറ മക്കളെ, സ്റ്റെപ്പ് 1 എന്താ വരിക? സ്റ്റെപ്പ് 1 അവിടെ ആദ്യം ആരാ വന്നത്? ഏറ്റവും വലിയ നമ്പർ വന്നു അല്ലെ. ഏറ്റവും വലിയ നമ്പർ വരുമ്പോൾ ഇവിടെ ആരാ വരേണ്ടത്? 73 വരണം. ക്യാറ്റ് അവിടെ തന്നെ ഉണ്ടാവും, 28 അവിടെ തന്നെ ഉണ്ടാവും, 42 അവിടെ തന്നെ ഉണ്ടാവും, 54 അവിടെ തന്നെ ഉണ്ടാവും, ഹെയർ അവിടെ ഉണ്ടാവും, ബ്ലാക്ക് അവിടെ ഉണ്ടാവും. ശരി, അടുത്തത് സ്റ്റെപ്പ് 2 എന്തായിരിക്കും? സ്റ്റെപ്പ് 2 73 അവിടെ വരണം. അടുത്തത് ആൽഫബറ്റിക്കൽ ഓർഡർ റീഅറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ അത് അസെൻഡിങ് ഓർഡർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഏറ്റവും ആദ്യം വരേണ്ട വേർഡ് ഏതായിരിക്കും? സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ ബ്ലാക്ക് അല്ലെ. അപ്പൊ 73 ബീന് എഴുതി, സീന് അതേപോലെ എഴുതണം ഞാൻ, 28 അതേപോലെ എഴുതണം, 42 അതേപോലെ എഴുതണം, 54 അതേപോലെ എഴുതണം, ഹെച്ചിന് അതേപോലെ എഴുതണം. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ പറ. 73 എഴുതി, ബീന് എഴുതി, അത് ഓൾറെഡി കഴിഞ്ഞതാണ്. അടുത്തതോ അടുത്ത നമ്പർ വരണം. 54 ആണ് നെക്സ്റ്റ് നമ്പർ. അപ്പം 54 കഴിഞ്ഞാൽ സി എവിടെ ഉണ്ട്? സി അവിടെ തന്നെ ഉണ്ട്. കണ്ട, സി അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 28 അതേപോലെ ഞാൻ എഴുതി, 42 എഴുതി, 54 ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ ആരേനെ ഉണ്ടാവുള്ളൂ? ഹെച്ച് ഉണ്ടാവുള്ളൂ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ ശരിക്കും സീൻ അങ്ങോട്ടേക്ക് ഞാൻ എഴുതുകയാണ് വേണ്ടത്. പക്ഷെ അത് ഓൾറെഡി എന്തായി? സി അവിടെ എത്തി. പൊസിഷൻ നോക്കിക്കേ, ബി കഴിഞ്ഞിട്ട് സി ഉണ്ട്, ഹെച്ച് ഉണ്ട് അല്ലെ. ബി കഴിഞ്ഞിട്ട് സി ഉണ്ട്, ഹെച്ച് ഉണ്ട്. പക്ഷെ ഇവിടെ ഓട്ടോ അറേഞ്ച് ചെയ്യപ്പെട്ടു സി. അപ്പൊ അതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ പോവാണ്. ഏതാണ്? സി വന്നു, സി കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഞാൻ അറേഞ്ച് ചെയ്യണം. അപ്പൊ 73 വന്നു, ബി വന്നു, 54 വന്നു, സി ഓൾറെഡി അവിടെ ഉണ്ട് അല്ലെ. അടുത്തതോ 42 ഞാൻ എഴുതണം. പിന്നെ ആരാളവിടെ? 42 ഇപ്പുറത്തേക്ക് വന്നു, 42 ഇപ്പുറത്തേക്ക് വന്നു അല്ലെ. അപ്പോൾ ഇനി 28 ആണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഹെച്ച് ആണ് ഉണ്ടാവുക. ശരി, അടുത്തതോ സ്റ്റെപ്പ് 5 എന്താ ഉണ്ടാവുക? 73 എഴുതി, ബീന് എഴുതി, 54 എഴുതി, സീന് എഴുതി. ഇനി സി അവിടെ ഉണ്ടല്ലോ, 42 ഓൾറെഡി ഞാൻ എഴുതിയതല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഹെച്ചിനെ എടുത്ത് ഇപ്പുറത്തേക്ക്, ഹെച്ചിനെ ഇപ്പുറത്തേക്ക് ഇട്ടപ്പോൾ 28 അപ്പുറത്തേക്ക് വന്നു. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് നോക്കിക്കേ, കറക്റ്റ് ആയോ നോക്കിക്കേ. നമ്പേഴ്സ് എങ്ങനെയാണുള്ളത്? നമ്പേഴ്സ് 73, 54, 42, 28 ഡിസെൻഡിങ് ഓർഡറിലായല്ലോ. ആൽഫബറ്റ് നോക്കിക്കേ, ബ്ലാക്ക്, കാറ്റ്, ഹെയർ. അഗെയിൻ അത് അസെൻഡിങ് ഓർഡറിലാവുകയും ചെയ്തു. സോ സ്റ്റെപ്പ് 5 ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് ഇൻപുട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഓപ്പറേഷന്റെ, ഈ ഒരു റീഅറേഞ്ച്മെന്റിന്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്ത്? സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്. ഇനി എക്സാമിനർ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. മക്കളെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളുമാണ് സാർ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ ക്ലാസ് പോലെ തന്നെ നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ CGL പോസ്റ്റ്പോൺ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ ഇഫ് യു വാണ്ട്, യു പ്ലീസ് കമന്റ് ദാറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. കാരണം ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടാന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ ഇത് നിങ്ങളെ പരീക്ഷയ്ക്ക് ഇതേപോലെ വന്നാൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സാറിന്റെ അഡ്വൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരുപാട് തലകുത്തി മറയണ്ട, നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി റെഡിയാക്കാൻ നോക്കുന്നതാണ് നല്ലത്. ഇത് ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ് മൈ ഡിയർ, വൺ സിമ്പിൾ അഡ്വൈസ് ടു യു ഓൾ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Don't try to score full in റീസണിങ്ങിലൊക്കെ ഓൾറെഡി പല മോക്കുകളിലും ഫുൾ മാർക്ക് അടിച്ച് ശീലിച്ചവരുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസണിങ്ങിൽ എനിക്ക് 50, 45 മുകളിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് കൺസിസ്റ്റന്റ്ലി. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. അങ്ങനത്തെ മുൻവിധികളോ മുൻധാരണകളോടുകൂടി പരീക്ഷയ്ക്ക് പോകരുത്. നമുക്കറിയാവുന്ന കാര്യമാണ്, പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നിർഭാഗ്യത്തിന് ആ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിലെ റീസണിങ് നല്ല കട്ടിയേറിയതാണെങ്കിൽ, ഇത്തരത്തിൽ റീസണിങ്ങിൽ എനിക്ക് 45 മുകളിൽ മേടിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെ ആരും വിചാരിക്കരുത്. നിന്റെ മാക്സിമം നീ
എറർ ഫ്രീ ആയിട്ട് ആക്യുറസിയോടുകൂടി അറ്റംപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ഇത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ്, നമുക്ക് വേറെ ഏരിയ ഉണ്ട്, നമുക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള വേറെ ഏരിയാസ് ഉണ്ട്. ആക്യുറസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. ഇഫ് യു വാണ്ട് മോർ സിമിലർ സെഷൻസ് യു പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഐ ആം പുട്ടിംഗ് സം എഫേർട്ട്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു കുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് എഫേർട്ട്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.